കേരളത്തിലെ ആയിരക്കണക്കിന് വനിതകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. നിരവധി ആളുകൾ ഒരു സംശയം ഉന്നയിക്കുന്നു: സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയോ? ഇനി ഈ സഹായം ലഭിക്കില്ലേ? നിലവിൽ അപേക്ഷ നൽകിയവർക്ക് എന്ത് സംഭവിക്കും? ഗുണഭോക്താക്കളുടെ ഭാവി എന്താണ്? ഈ ചോദ്യങ്ങൾ ഉയരാൻ പ്രധാന കാരണം ചില ഗഡുക്കളുടെ വിതരണം വൈകിയതും നിരവധി ആളുകൾക്ക് തുക ലഭിക്കുന്നതിലുണ്ടായ കാലതാമസവുമാണ്. നിരവധി ഗുണഭോക്താക്കൾ ഈ പദ്ധതി ആശ്രയിച്ചാണ് അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തുക വൈകുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഉയരുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽരഹിത സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ ഭാഗത്തിനും സാമ്പത്തിക പിന്തുണ നൽകുന്നതായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളിലൊന്നായ സ്ത്രീകൾക്ക് ഒരു ചെറിയ വരുമാന സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിരവധി കുടുംബങ്ങളിൽ ഈ സഹായം ഒരു അധിക വരുമാനം മാത്രമല്ല, മരുന്ന് വാങ്ങുവാനും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനും വൈദ്യുതി ബില്ല് അടയ്ക്കാനും ചെറിയ കുടുംബ ചിലവുകൾ നടത്താനും ഈ തുക ഉപയോഗിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ വിതരണം വൈകുമ്പോൾ അതിന്റെ ആഘാതം നേരിട്ട് കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം പദ്ധതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും സത്യമാണെന്ന് കരുതേണ്ടതില്ല. പലപ്പോഴും ഗുണഭോക്തൃ പരിശോധനകൾ, രേഖാ പരിശോധനകൾ, അർഹതാ മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിക്കൽ തുടങ്ങിയ നടപടികൾ നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ കാരണം ചില അപേക്ഷകൾക്ക് കാലതാമസം ഉണ്ടാകാം. പുതിയ അപേക്ഷകർക്കും നിലവിലുള്ള ഗുണഭോക്താക്കൾക്കുമുള്ള വിവര പരിശോധനയും വിവിധ തലത്തിൽ നടക്കാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും നിരവധി ചർച്ചകൾ ഉയരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് വിനിയോഗം, വിവിധ പദ്ധതികളുടെ ചിലവുകൾ തുടങ്ങിയ വിഷയങ്ങൾ പൊതുചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനം വിവിധ ക്ഷേമ പദ്ധതികളിലും പ്രതിഫലിക്കാമെന്ന വിലയിരുത്തലുകൾ ചില വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. പലപ്പോഴും ആധാർ ലിങ്കിങ്, ബാങ്ക് അക്കൗണ്ട് അപ്ഡേഷൻ, രേഖകളിലെ പൊരുത്തക്കേടുകൾ എന്നിവ കാരണം തുക ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാം. അതിനാൽ വ്യക്തിഗത വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ വിശ്വസിക്കാവൂ. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഇന്ന് ഈ പദ്ധതി നിരവധി വനിതകൾക്ക് ഒരു സാമ്പത്തിക പിന്തുണയാണ്. അതിനാൽ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് സർക്കാർ സ്വീകരിക്കുന്ന ഏത് തീരുമാനവും വലിയ പ്രാധാന്യമുള്ളതായിരിക്കും. ഗുണഭോക്താക്കൾക്കും അപേക്ഷ നൽകിയവർക്കും ഏറ്റവും പുതിയ ഔദ്യോഗിക അറിയിപ്പുകൾ നിരന്തരം പരിശോധിക്കുന്നത് നല്ലതാണ്. വരുന്ന ദിവസങ്ങളിൽ പുതിയ പ്രഖ്യാപനങ്ങൾ, ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അപേക്ഷ നടപടികളിലെ മാറ്റങ്ങൾ എന്നിവ പുറത്തുവരാൻ സാധ്യതയുണ്ട്. അതിനാൽ വിശ്വസനീയമായ വിവരങ്ങൾ മാത്രം പിന്തുടരുക. സ്ത്രീ സുരക്ഷാ പദ്ധതിയെ ആശ്രയിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. എന്നാൽ എല്ലാവർക്കും പൊതുവായൊരു പ്രതീക്ഷയുണ്ട്: പദ്ധതി കാര്യക്ഷമമായി തുടരുകയും അർഹരായവർക്ക് സഹായം സമയബന്ധിതമായി ലഭിക്കുമെന്നതാണ്. ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ്: പദ്ധതി നിർത്തലാക്കിയതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എന്നാൽ വിതരണം വൈകുന്നതും പരിശോധനാ നടപടികൾ തുടരുമെന്നാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാർ ക്ഷേമ പദ്ധതികൾ പലപ്പോഴും സാമ്പത്തിക സാഹചര്യങ്ങളെയും ഭരണപരമായ നടപടികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ കാലതാമസം ഉണ്ടായാൽ പദ്ധതി അവസാനിച്ചു എന്ന് നിഗമനം ചെയ്യുന്നത് ശരിയായ സമീപനമല്ല. കേരളത്തിലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ, ആരോഗ്യ പദ്ധതികൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, ഭവന പദ്ധതികൾ തുടങ്ങി നിരവധി മേഖലകളിലേക്ക് സർക്കാർ ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ ഗഡുക്കൾ വൈകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ട് പദ്ധതി പൂർണ്ണമായും അവസാനിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. നിരവധി ഗുണഭോക്താക്കൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവിത ചെലവുകളുടെ വർധനവാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുന്നു, മരുന്നുകളുടെ വില വർദ്ധിക്കുന്നു, വൈദ്യുതി ബില്ലും മറ്റു കുടുംബ ചെലവുകളും കൂടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മാസം തോറും ലഭിക്കുന്ന സഹായത്തുക കുടുംബ ബജറ്റിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സാധാരണ ഗുണഭോക്താവിന്റെ ജീവിതം നമുക്ക് ചിന്തിക്കാം. തൊഴിലില്ലാത്തൊരു സ്ത്രീ, വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ, ചിലർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ചിലർക്ക് സ്ഥിര വരുമാനമില്ല. അത്തരമൊരു കുടുംബത്തിന് ലഭിക്കുന്ന ചെറിയ സഹായം പോലും വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വിതരണം വൈകുമ്പോൾ ആശങ്കയും നിരാശയും വർദ്ധിക്കുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസുകളിലും നഗരസഭകളിലും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ അവസ്ഥ എന്താണെന്നറിയാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ ബാങ്കുകളിൽ പോയി അക്കൗണ്ട് പരിശോധിക്കുന്നു. ചിലർ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ വിവരങ്ങൾ തേടുന്നുണ്ട്.
ഇതെല്ലാം ഈ പദ്ധതി ആശ്രയിക്കുന്നവരുടെ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം പുതിയ അപേക്ഷകരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിരവധി വനിതകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷ അംഗീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. രേഖാ പരിശോധനയും അർഹതാ നിർണയവും പൂർത്തിയായ ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. പദ്ധതിയെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാന ചർച്ച സഹായത്തുക വർദ്ധിപ്പിക്കുമോ എന്നതാണ്. നിരവധി സംഘടനകളും ഗുണഭോക്താക്കളും നിലവിലെ തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സഹായം ആവശ്യമാണെന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല. ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അവരുടെ രേഖകൾ കൃത്യമാണോ എന്നതാണ്. ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, റേഷൻ കാർഡ് വിവരങ്ങൾ എന്നിവയിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ആനുകൂല്യ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വിവരങ്ങൾ പുതുക്കി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭാവിയിൽ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിക്കുമോ, പുതിയ ഭാഗങ്ങളെ ഉൾപ്പെടുത്തുമോ, സഹായത്തുകയിൽ മാറ്റം വരുമോ എന്നതെല്ലാം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കും. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും പദ്ധതി അവസാനിപ്പിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമല്ല എന്നതാണ്. വിതരണം വൈകുന്നതും പരിശോധനാ നടപടികളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അതുകൊണ്ട് ഗുണഭോക്താക്കൾ ക്ഷമയോടെ കാത്തിരിക്കുകയും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും വേണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഓരോ പുതിയ പ്രഖ്യാപനവും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതിനാൽ വിശ്വസനീയമായ വിവരങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം നൽകാവൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.